വർഷത്തിൻ്റെ ബാക്കിയാണ്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞാൽ. നമ്മൾ UB10 വരെ നോക്കി ഇല്ലേ? ഇനി ഹലോ ഉണ്ടല്ലോ ക്ലാസ്സിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ UB11 എന്നുള്ള പോയിന്റാണ് അടുത്തത്. അത് ഇനിയിപ്പോൾ UB മെറീഡിയൻ നമ്മൾ ഇനി എല്ലാം തന്നെ ആ പാദത്തിൻ്റെ അവിടെ വരുന്ന സമയത്ത് മാത്രമേ മുൻവശത്ത് വരത്തുള്ളൂ. ബാക്കിയെല്ലാം ബാക്കിൽ തന്നെയാണ്, മുതുകിലും കാലിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ BL10 അല്ലെങ്കിൽ UB10 നോക്കി, അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഓൺ ദ ബാക്ക് 1.5 ട്യൂൺ ലാറ്ററൽ. ഒരു മിനിറ്റ്, അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഇത് ഫോണിൽ പറ്റുന്നില്ല. ഓക്കെ, എന്താ പറയുക, നമ്മുടെ തൊറാസിക് 1 എന്നുള്ള ബോൺ, അതായത് നമ്മൾ കഴുത്തൊന്ന് താഴോട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊന്തി നിൽക്കുന്ന വെർട്ടിബ്ര ഉണ്ടല്ലോ, അതിന് 1.5 ട്യൂണിലുള്ള പോയിന്റാണ് നമ്മളുടെ UB11 എന്ന് പറയുന്ന പോയിന്റ്, അല്ലെങ്കിൽ BL11 എന്നുള്ള പേരിൽ പറയുന്നത്. UB എന്ന് പറയുമ്പോൾ യൂറിനറി ബ്ലാഡർ, BL എന്ന് പറഞ്ഞ ബ്ലാഡർ എന്നുള്ള അർത്ഥത്തിലാണ്. കൺവേർജിങ് പോയിന്റ് ഓഫ് ബോൺ, ക്രോസിംഗ് പോയിന്റ് ഓഫ് ദ യൂറിനറി ബ്ലാഡർ ആൻഡ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻസ്, സി ഓഫ് ബ്ലഡ് പോയിന്റ്. അതായത് ബോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇഷ്യൂസിന് വൺ ഓഫ് ദ ബെസ്റ്റ് പോയിന്റ് ആണ് UB11. ഓക്കെ, അതേമാതിരി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഷ്യൂസിനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അപ്പോൾ ബോൺ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ശരി, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും ശരി, എല്ലാത്തിനും നമുക്ക് ഈ പോയിന്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. വളരെയേറെ കാര്യങ്ങൾക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാറുണ്ട്. പണ്ട് ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മൾ ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഈ LU5 നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ആ LU5 നമ്മൾ നീഡിൽ ചെയ്തിട്ട് മറ്റേ ബ്ലഡ് ഒരു ഡ്രോപ്പ് മറ്റേ വരുത്തിക്കുക, ബ്ലഡ് ലിറ്റിങ് തന്നെ ചെയ്യുക. എന്നിട്ട് ആ ബ്ലഡിനെ തട്ടിയിട്ടുള്ള ആ നീഡിലുണ്ടല്ലോ, നമ്മൾ അവിടെ എടുക്കുന്ന സമയത്ത് ആക്ച്വലി അതിനകത്ത് ബ്ലഡായി ഉണ്ടാവും. അതിനെ എടുത്തിട്ട് UB11 അതേമാതിരി തന്നെ DU40, ഈ 2 പോയിന്റിലും നമ്മൾ നീഡിൽ ചെയ്യുന്നത് സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. UB11 അല്ല, DU14. അത് വരുമ്പോൾ ഞാൻ പറയാം, പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷനായി പോയതാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾ ടൈപ്സ് ഓഫ് ബോൺ ഡിസീസസ്, അതായത് ബോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്ക് ഈ UB11 ഉപയോഗിക്കാം. അതായത് എല്ലിൻ്റെ ഭാഗത്തുണ്ടാവുന്ന വേദന. എൻ്റെ വോയിസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ? ഇല്ല സാർ, ഇല്ല. മറ്റേ ജോയിന്റ് പെയിൻ, അതായത് ഷോൾഡർ, ബാക്ക്, ലുംബാർ, സാക്രം, എവിടെ ബോൺ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഷോൾഡറിൽ, ബാക്ക്, ലുംബാർ, സാക്രം, മുട്ടിൻ്റെ വേദനകൾക്കൊക്കെ തന്നെ ഈ പോയിന്റ്സ് വളരെ ഒരു നല്ല പോയിന്റാണ്. അതുകൂടാതെ പനിക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. DU14 കൂടെ വേണമെങ്കിൽ പനിയുള്ള സമയത്ത് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാം. കഫിന് നല്ലതാണ്, ഹെഡ് ഏക്കിന് നല്ലതാണ്. നേസൽ കൺജഷന്, മൂക്കിൽ കൺജഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺസ് ആൻഡ് ജോയിൻസിനെ ബെനിഫിറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അതേമാതിരി തന്നെ റിലീസസ് ദ എക്സ്റ്റീരിയർ, അതായത് പുറത്തുനിന്നുള്ള വിൻഡ് അല്ലെങ്കിൽ ഹീറ്റ്, അങ്ങനെ ഉള്ള ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കും. പ്രത്യേകിച്ച് വന്നിട്ട് നമുക്കറിയാം, നമ്മുടെ എന്താ പറയുക, എക്സ്റ്റേണൽ പാത്തജൻ ആദ്യം അറ്റാക്ക് ചെയ്യുന്ന ഏരിയ ആണ് ഈ ഷോൾഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ, ഈ പോയിന്റ്സിനെയൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് എക്സ്റ്റീരിയർ പാത്തജനെ ക്ലിയർ ചെയ്യാനും ഈ പോയിന്റ്സ് നമുക്ക് ഉപയോഗിക്കാം. സ്പ്രെഡ്സ് ആൻഡ് ഡിസൻസ് ലങ്ചി സ്റ്റോപ്സ് കഫ്, അതായത് ലങ്ചിയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ പോയിന്റ്. അതുകൊണ്ട് തന്നെ ചുമേനെ കുറയ്ക്കാനും. അതേമാതിരി തന്നെ നമ്മുടെ സ്കിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ DU14 ഒക്കെ വന്നിട്ട് ഈ UB11 ഏകദേശം അടുത്തടുത്തുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ലൊക്കേഷൻ എന്നുള്ളത് തൊറാസിക് 1 വെർട്ടിബ്രയുടെ 1.5 ട്യൂൺ ലാറ്ററൽ. തൊറാസിക് 1 കഴിഞ്ഞ ഉടനെയുള്ള പോയിന്റിൽ നിന്ന്
മറ്റേ 1.5 ചൂൺ മാറിയിട്ടുള്ളതാണ്. DU14 എന്നുള്ളത് തൊറാസിക് 1 ആൻഡ് സർവിക്കൽ 7 അവിടെയായിട്ട് വരുന്ന പോയിന്റ്. ഓക്കെ, അടുത്ത് നമ്മൾ DL12 എന്ന് പറയുന്ന പോയിന്റാണ്. വിൻഡ് ഗേറ്റ് എന്നാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ വിൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂസ് ആണ്. ഒരു മിനിറ്റ്, ആരോ അഡ്മിറ്റ് ചെയ്യണം. ഓക്കെ, ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബാക്ക് 1.5 ചൂൺ ലാറ്ററൽ ടു ദ ലോവർ ബോർഡർ ഓഫ് ദ സ്പൈനിയസ് പ്രൊസസ് ഓഫ് ദ സെക്കൻഡ് തൊറാസിക് വെർട്ടിബ്ര. ഇനി നമ്മൾ ഏകദേശം പറയുന്ന ഒട്ടുമിക്ക പോയിന്റുകളും വന്നിട്ട് ഈ ഓരോ വെർട്ടിബ്ര കഴിയുമ്പോൾ 1.5 ചൂൺ മാറിയിട്ടാണ്. ഇടയിൽ ഒരു സ്ഥലത്ത് മാത്രമേ ജമ്പ് ആവുള്ളൂ. ബാക്കി എല്ലാം സെയിം ഓരോ വെർട്ടിബ്ര കഴിഞ്ഞിട്ടുള്ള 1.5 ചൂൺ ലാറ്ററലായിട്ട് വരുന്നതാണ്. ഓക്കെ, യൂറിനറി ബ്ലാഡറും ഡ്യൂ മെറീഡിയനും കൂടി ക്രോസ് ചെയ്യുന്ന പോയിന്റാണ് UB12 അല്ലെങ്കിൽ BL12 എന്ന് പറയുന്ന പോയിന്റ്. ഇതിന്റെ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റിലീസ് ദ എക്സ്റ്റീരിയർ പാത്തജൻസിനെ ക്ലിയർ ചെയ്യുന്ന പോയിന്റാണ്. വിചീനെ, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എനർജീനെയാണ് വിചി എന്ന് പറയുന്നത്. അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. സ്പഡ്സ് ആൻഡ് ഡിസൻസ് ലഞ്ചി റെഗുലേറ്റ്സ് ഇൻ ആൻഡ് വിചി. ഓക്കെ, ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ കോൾഡ്, കഫ്, ഫീവർ, ഹെഡേക്ക്, ഇതെല്ലാം തന്നെ മെറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് വളരെയേറെ നല്ല പോയിന്റാണ്. നെക്സ്റ്റ് ഫിനസിന് വളരെ നല്ല പോയിന്റാണ്. അതേമാതിരി പെയിൻ ഇൻ ദ ചെസ്റ്റ് ആൻഡ് ബാക്ക് ഏരിയ. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ലങ്സ് ഇരിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ തന്നെ ബാക്ക് വശത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ് DL12. മെറ്റലുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പോയിന്റാണ്. ഓക്കെ, അതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് തൊറാസിക് വെർട്ടിബ്ര 2ന്റെ 1.5 ചൂൺ മാറിയിട്ടുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യൂ. കാരണം വെച്ചാൽ ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇത്തിരി എന്താ പറയുക, അഡ്മിറ്റ് ചെയ്യാനും മറ്റൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനിയുള്ള എല്ലാ പോയിന്റ്സും വന്നിട്ട് ഓരോ വെർട്ടിബ്രയുടെയും മാറി മാറി വരും. തൊറാസിക് 8ന്റെ അവിടെ മാത്രമാണ് അതില്ലാത്തത്. ബാക്കിയുള്ളതെല്ലാം തന്നെ അങ്ങനെ 13, 14, 15, 16, 17, 18 അടുത്തടുത്ത് വരും ഓരോ വെർട്ടിബ്ര ക്രോസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നമുക്കിതെങ്ങനെ ഒന്ന് എണ്ണി എടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചില പ്രധാനപ്പെട്ട ലൊക്കേഷൻസ്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഈ മറ്റേ ഷോൾഡറിൻ്റെ ബ്ലേഡ് ഉണ്ടല്ലോ, ഷോൾഡർ ബ്ലേഡ് പറയുന്നത് അത് എഡ്ജ് ചെയ്യുന്ന ഭാഗം ഏതാണ്, അതിൻ്റെ മുകൾ ഭാഗം ഏതാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ലൊക്കേഷൻ മനസ്സിലായാൽ പിന്നെ അതിൻ്റെ ഇടയിലുള്ളതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതേമാതിരി നമ്മുടെ കർവേച്ചർ, ഇടുപ്പിൻ്റെയും ആ വയറിൻ്റെയും ഇടുപ്പിൻ്റെ അവിടെയും വരുന്ന കർവേച്ചർ എവിടെ എത്തുന്നു എന്നുള്ളത്, അങ്ങനെ ചില പോയിന്റ്സിന് മാത്രം നമുക്ക് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പോയിന്റ്സിന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതില് ഞാൻ മനസ്സിലാക്കാറുള്ളത് ഈ മറ്റേ UB11 മുതൽ നമ്മളെ തൊറാസിക് ലെവലിന്റെ ഭാഗം മൊത്തമായിട്ടുള്ള ഒരു എല്ലാ ബോഡിക്കും ഒരേ അളവാവില്ല, മിക്കപ്പോഴും ഉണ്ടാവും. ഇല്ല, വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമുക്ക് തൊറാസിക് 1 മുതൽ തൊറാസിക് 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിലെ മൊത്തമായിട്ട് അളവെടുക്കുന്നു. കാരണം വാരിയലിൽ അവസാനിക്കുന്ന ഭാഗത്തിന്റെ ആ എൻട്രി വരെ മൊത്തമായിട്ട് അളവെടുത്തിട്ട് അതിനെ 12 ആക്കും. അപ്പൊ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേപ്പോ അല്ലെങ്കിൽ അളവെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 3/4 ഇഞ്ച് ആയിരിക്കും ചിലവർക്ക് ഉണ്ടാവുക. കുട്ടികൾക്കൊക്കെ എങ്കിൽ 3/4 ഇഞ്ച് ഉണ്ടാവുക. വലിയവർക്കെങ്കിൽ മാക്സിമം ഞാൻ കണ്ടിട്ടുള്ളത് 1 ഇഞ്ചാണ് മാക്സിമം കണ്ടുള്ള അളവ്. ആ അളവ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ അടയാളിട്ട് കഴിഞ്ഞാൽ, തൊട്ട് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ വെർട്ടിബ്രയുടെ ആ മുഴ ഉണ്ടല്ലോ, ഉയർന്നിരിക്കുന്ന ഹമ്പ് ഭാഗം, ആ ഹമ്പ് ഭാഗത്തേക്ക് എത്താൻ കഴിയും മിക്കപ്പോഴും. ഇത് അതിന്റെ നേരെ ജസ്റ്റ് നമ്മളൊരു 1.5 ചൂടിനപ്പുറത്ത് പ്രോബോണ്ട് വരച്ചു കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് പെയിനും അനുഭവം. ഞാൻ അങ്ങനെ അല്ല ഞാൻ കണക്കാക്കുക. നമ്മളിപ്പോ തൊറാസിക് 7 ഉണ്ടല്ലോ, അത് ഈ ബ്ലേഡ് ഫിനിഷ് ചെയ്യുന്നതിന്റെ നേരെ വരുന്ന ഭാഗമായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങനെ ഒരു 2 എണ്ണം മാത്രം നമ്മൾ മെഷർ ചെയ്ത് വെക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടുന്ന് തൊട്ട് കഴിഞ്ഞാൽ മതി. 3 എണ്ണം അങ്ങോട്ടോ 3 എണ്ണം താഴോട്ടോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. രണ്ടും നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്തോളൂ. ഇന്നതുപോലെ തന്നെ ചെയ്യണം എന്ന് ഇതിനകത്തില്ല. മറ്റുള്ളവരെ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അറിയെങ്കിൽ അതൊരു കംഫർട്ട് ആവും, നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സാധാരണ നമ്മുടെ ഈ ബ്ലേഡ് കഴിയുന്ന ഭാഗം 7, 8 ആയിട്ട് വരും.
അതേമാതിരി തന്നെ നമ്മുടെ മറ്റേ വെർട്ടിബ്ര ഫിനിഷ്, മറ്റേ നമ്മുടെ ഇടുപ്പിന്റെ അവിടെ ഒരു വളഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ വരുമ്പോൾ ലുംബാർ 2 അതിന്റെ നേരെയായിട്ട് വരും. ഓക്കെ, അതിനെ വെച്ചിട്ടാണ് മുകളിലും താഴെ അറിയാം. പിന്നെ സാക്ര നമുക്ക് അറിയാലോ, പ്രത്യേകിച്ച് ലുംബാറൊക്കെ മറ്റേ ഡോണൊക്കെ ചെയ്യുമ്പോൾ സാക്രത്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ആ ഏരിയ അറിയാം. അപ്പോൾ ബാക്കിയുള്ളത് മാത്രം ഇടയിലുള്ള 2-3 മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരും. എൻറ്റയർ ആയിട്ട് ഞാൻ മെഷർ എടുക്കാറില്ല. ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ തൊറാസിക് 7 ഒക്കെ വന്നിട്ട് ഈ ആൾമോസ്റ്റ് ഇപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. എന്താ വെച്ചാൽ നമ്മുടെ ഉറക്കവും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ തന്നെ ലിവറിന് ലോഡ് കൂടുതൽ വരുന്നുണ്ട്. തൊറാസിക് 7 ഒട്ടുമിക്ക ആളുകൾക്ക് നല്ലൊരു പെയിനുള്ള ഏരിയ ആയിരിക്കും. നമ്മളിപ്പോൾ എത്ര പറഞ്ഞത്? 12 അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, 12 തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ തൊറാസിക് BL12 എന്ന് പറയുന്നത് തൊറാസിക് 2 വെർട്ടിബ്രയുടെ 1.5 ചൂൺ മാറിയിട്ടാണ് നമ്മുടെ ബ്ലേഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്ന പോയിന്റാണ്. അപ്പോൾ നമ്മൾ ഈ മറ്റേ നിങ്ങൾ പൊതുവെ ഏതെങ്കിലും ഒരു മസാജ് സിസ്റ്റമോ അല്ലെങ്കിൽ ബോഡി തെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ BL12 തൊട്ടിട്ട്, അതായത് തൊറാസിക് 2 തൊട്ടിട്ട് തൊറാസിക് 7 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ബ്ലേഡ് ഉണ്ടാവും. ആ ബ്ലേഡിന്റെ വശങ്ങൾ മസാജ് ചെയ്യുന്നത് ആ സമയത്ത് ക്ലയന്റിന് നല്ല പെയിൻ ഉണ്ടെങ്കിൽ പോലും അത് കഴിയുന്ന സമയത്ത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. ഷോൾഡറിന്റെ ഇഷ്യൂസിന് മാത്രമല്ല, അവിടെ ഒരുപാട് സ്റ്റാഗ്നന്റ് ആവണ സ്ഥലം കൂടിയാണ്. ഓക്കെ, നമുക്ക് അത് വരുമ്പോൾ നോക്കാം. ജസ്റ്റ് അത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അവിടെ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്താ ആ ഭാഗത്ത് ആ ബ്ലേഡ്, ഷോൾഡർ ബ്ലേഡ് അതിനോട് സമമായിട്ടേ നമ്മൾ ലേശം എണ്ണ ഇട്ടിട്ട് വല്ല തടവി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ബബിൾസ് പോലെ കിട്ടും. അതെ, അതെല്ലാം തന്നെ എനർജി ലോക്സ് ആണ്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വിടുന്ന സമയത്ത് മെന്റലിയും അതേമാതിരി തന്നെ മറ്റേ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ നല്ല മാറ്റം കിട്ടും കേട്ടോ. കൈ പൊങ്ങാത്തവർക്കൊക്കെ ആ ഭാഗത്ത് മസാജ് അത് ഫിസിക്കലി, ഇത് എമോഷണലിയും കൂടെ ഓപ്പൺ ചെയ്യുന്ന സ്ഥലമാണത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയുള്ളതൊക്കെ നമുക്ക് എളുപ്പമാണ്. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഇതേമാതിരി സാറ് പറയുന്ന പോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രാക്ടീസിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞാൽ ആർക്കെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാനുള്ളത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അവര് ചെയ്യുന്ന ആൾക്കാർക്ക് എളുപ്പവഴി മറ്റു നമ്മൾ പറയുന്ന കൂടുതൽ മറ്റുണ്ടെങ്കിൽ അത് നമുക്കും കൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല ഏതാണ് എടുക്കുന്നത്. കുറെ മെത്തേഡ്സ് അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതേമാതിരി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും പോയിന്റ്സ് ഒക്കെ പ്രസ് ചെയ്ത് നോക്കുന്നുണ്ടാവും വിചാരിക്കണം. ഏതെങ്കിലും ലൊക്കേഷൻ നമ്മൾ പഠിച്ചതൊന്ന് മാറ്റി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ പ്രാക്ടീസിൽ? SP6 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4th ഫിംഗർ പല ആളുകൾക്കും 5th വരിക. SP6 നമ്മള് 3 ചുണ്ണ അകലത്തിൽ കൈ വെച്ച് നോക്കി കഴിഞ്ഞാല് ചിലർക്ക് വേദന ഉണ്ടാവില്ല, പക്ഷെ മിക്ക ആൾക്കാർക്കും അവിടെ വേദന ഉണ്ടായിരിക്കും. പക്ഷെ മിക്ക ആൾക്കാർക്ക് 3 ചുണ്ണിന്റെ മേലെ ആയിട്ടോ അല്ലെങ്കിൽ 3 ചുണ്ണിന് തൊട്ട് താഴെ ആയിട്ടായിരിക്കും പെയിൻ ഫീലിംഗ്. ഞാനിപ്പോ ഇതിന് കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ പൊക്കിളിന് താഴെ വരുന്ന ഭാഗത്ത് അതിന്റെ ഡിസ്റ്റൽ പോയിന്റ് ആയിട്ട് എപ്പോഴും ഞാൻ അതിനെ സാറ് പറഞ്ഞ പോലെ ആ പെയിൻ നോക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാറ്, ഇത് കൊടുക്കാറ്. അത് മിക്ക ലേഡീസിനാണെങ്കിൽ മറ്റേ വിഷയങ്ങൾക്കായിട്ട് വരുന്ന ആൾക്കാർക്കെങ്കിൽ അവിടുത്തെ നീഡിങ്ങിന് ശേഷം നല്ല മാറ്റം അവർക്ക് പെട്ടെന്ന് ക്ലിയർ ആവാറുണ്ട്. ഇറഗുലർ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളൊക്കെ പ്രശ്നങ്ങള്. എന്തായാലും അത് നല്ലൊരു റിസൾട്ട് ഇതായിരുന്നു കേട്ടോ സാറ്. നിങ്ങൾ അതേപോലെ തന്നെ TW6 എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ, അതും റിസ്റ്റ് ക്രീസിൽ നിന്ന് 3 ചൂൺ എടുക്കുന്ന സമയത്ത് കിട്ടുന്നതിനേക്കാളും റിസൾട്ട് പല ആളുകളും മറ്റേ SP6 എങ്ങനെയാണോ അതേപോലെ തന്നെ 1 ചൂൺ മുകളിലാണ് പ്രസ് ചെയ്യുമ്പോൾ വേദന കിട്ടുന്നത്. അതേപോലെ അവർക്ക് ആ ഭാഗത്ത് ഇടുന്ന സമയത്ത് സാധാരണ നമ്മൾ ഇടുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. ദയവായി പറയുന്നതൊക്കെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ്, അല്ലാണ്ട് ബുക്കായിട്ടല്ല. ദയവായിട്ട് നിങ്ങളൊന്ന് ചെയ്യുമ്പോൾ ആ പോയിന്റ്സിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നീറ്റിലിടുക. ഏതാ സാർ? ട്രിപ്പിൾ വാർമർ 5ഉം 6ഉം തമ്മിൽ അകലം വളരെ കുറവല്ലേ ഉള്ളൂ. അതെ, അത് പക്ഷെ സൈഡിലേക്കല്ലേ? സൈഡിലേക്കാണ്. പക്ഷെ നമുക്കത് ചില ആൾക്കാരെ തടിയുള്ള ആൾക്കാരൊക്കെ ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുക, 7 അല്ല. ഈ TW6 ഉപയോഗിക്കുന്ന സമയത്ത് SP6 പോലെ തന്നെയാണ് ഞാൻ 3 ചൂണിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് 4 ഫിംഗർ വിട്ടാണല്ലോ നമ്മൾ സാധാരണ വെക്കുക.
അതിന് പകരം 5th ഫിംഗർ വിഡ്ത്തിലാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഇവിടെ വരുന്ന ക്ലയന്റിൽ പെയിൻ തോന്നാറ്, കമ്പാരിറ്റീവ്ലി 4th ഫിംഗർ വിഡ്ത്തിനേക്കാൾ. അപ്പൊ ഞാൻ മാക്സിമം പോയിന്റിനെ പ്രസ് ചെയ്തിട്ട് പെയിൻഫുൾ പോയിന്റ് തന്നെയാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറ്. നല്ല റിസൾട്ടും കിട്ടാറുണ്ട്, എല്ലാവർക്കും നല്ല. ഓക്കെ, ഇപ്പോൾ അത് മാത്രമല്ലാതെ നമ്മളുടെ ഈ UB മെറീഡിയനിൽ ഈ 1.5 ചൂണിൽ വരുന്നതും അതിന് ഈക്വലായിട്ട് 3 ചൂണിൽ വരുന്ന പോയിന്റ്സ് ഒക്കെ വന്നിട്ട് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് സ്പൈനൽ കോഡിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പോയിന്റ്സ് ആയതുകൊണ്ട് എല്ലാ ഓർഗൻസും ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മെറീഡിയനെ ടച്ച് ചെയ്യാതെ സ്പൈനൽ കോഡിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോവില്ല. അതേപോലെ തന്നെ ഓർഡർ വരുന്നതും അതേ കൂടെയാണ്. സോ എല്ലാ ഓർഗനെയും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ബാക്ക് ഷൂ, അതായത് നമ്മുടെ പ്രധാനപ്പെട്ട അലാറം പോയിന്റ്സ് ആണ്. അതിൽ DU ചാനലിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. പിന്നെ 2 സ്പൈനലിനോടുകൂടി ചേർന്നിട്ട് ഓരോ വെർട്ടിബ്രയുടെ 2 ഭാഗത്തും നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് യൂറിനറി ബ്ലാഡറിൻ്റെ ഈ സ്പൈനൽ കോഡിൻ്റെ അടുത്തുകൂടി വരുന്ന 1.5 ചൂണിലും 3 ചൂണിലും. ഏത് ബോഡി തെറാപ്പിയിലും ഈ ഭാഗങ്ങളെ ടച്ച് ചെയ്യാതെയുള്ള ഒരു തെറാപ്പി സക്സസ് ആവില്ല. ഓക്കെ, സോ ഇതെല്ലാം വരുന്നത് ഈ ഏരിയയിലാണ്. അപ്പം അതുകൊണ്ട് വളരെയേറെ എല്ലാ ഓർഗൻസിനുമായിട്ടും എനർജി പാത്തുമായിട്ടും ഒക്കെ തന്നെ കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ പറയുന്ന മുതുക് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ വശങ്ങൾ. UB13 എന്നാണ് അതിൻ്റെ പേര് തന്നെ. ലങ് ഷൂ എന്നാണ്, ഫീ ഷൂ എന്നാണ് പറയുന്നത്. ഫീ എന്ന് പറയുന്നത് മേ ബി ലങ്ങിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവാം. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 3ാമത്തെ തൊറാസിക് വെർട്ടിബ്ര കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഓൺ ദ ബാക്ക് 1.5 ചൂൺ ലാറ്ററൽ ടു ദ ലോവർ ബോർഡർ ഓഫ് ദ സ്പൈനസ് പ്രോസസ് ഓഫ് ദ 3rd തൊറാസിക് വെർട്ടിബ്ര. ബാക്ക് ഷൂ പോയിന്റ് ആണ് ലങ്ങിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ പോയിന്റ് പ്രസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ആഷി പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേ സമയത്ത് അവിടെ ഒരു പെയിൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലങ് മെറീഡിയൻ്റെ എനർജിയിൽ ഇംബാലൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. സോ അതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ബുദ്ധിമുട്ടിനും ഉപയോഗിക്കാം. ലങ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫീവറിന്, കഫിന്, അതേമാതിരി തന്നെ ചുമയ്ക്കുന്ന സമയത്ത് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ, രാത്രിയിൽ വേർപ്പ് കൂടുതലുണ്ടെങ്കിൽ, നാസൽ കഞ്ചഷൻ മൂക്കടപ്പിന് എല്ലാത്തിനും ഉപയോഗിക്കാം. അതേമാതിരി തന്നെ കഷണ്ടി, അതായത് പ്രത്യേകിച്ച് വന്നിട്ട് എന്താ പറയുക വട്ടത്തിൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. വസൂരിക്ക് നല്ലതാണ്. അത് സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസും അതേമാതിരി തന്നെ മറ്റേ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ പാത്തജൻസ് കൊണ്ടുണ്ടാവുന്നതാണ്. റാഷസ് സ്കിന്നിൽ ഉണ്ടാവുന്നത്, സോർനെസ്, അതേമാതിരി തന്നെ ചുണങ്ങിനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. അതായത് ഇതിൻ്റെ മെയിനായിട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ തലമുടി കൊഴിച്ചിലിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പ്രൈമ ഫൈസി ആയിട്ട് കണ്ടുവരാറുള്ള ഒരു റീസൺ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ശരീരത്തിനകത്ത് ബ്രീത്തിങ് പാറ്റേൺ പ്രോപ്പറായിട്ടല്ല ഉള്ളത് എങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ പ്രാണൻ കിട്ടുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് ഓരോ സെല്ലുകൾക്കും. സോ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് പാറ്റേൺ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ, അതായത് ചെസ്റ്റ് ബ്രീത്തോ അല്ലെങ്കിൽ ത്രോട്ട് ബ്രീത്തോ, ശരിക്കും അബ്ഡമൻ ബ്രീത്താണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ കിടന്നിട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് മുഴുവനായിട്ടും വീർക്കണം. അതേമാതിരി ശ്വാസം വിടുന്ന സമയത്ത് സ്റ്റൊമക്ക് അകത്തേക്ക് പോകണം. നേരെ തിരിച്ചിട്ടൊക്കെയാണ് പല ആൾക്കാരും ചെയ്യുന്നത്. ചിലർ ശ്വാസം പുറത്ത് വിടുമ്പോൾ വയറ് വീർക്കും, ശ്വാസം എടുക്കുമ്പോൾ വയറ് ചുരുങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇങ്ങനെ പാറ്റേൺ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഇംപ്രോപ്പറായിട്ടാണ് ബ്രീത്തിങ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെല്ല് മറ്റേ ബോഡിയിലെ എല്ലാ സെല്ലുകൾക്കും ആവശ്യമുള്ള ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ബോഡി ഡിസൈഡ് ചെയ്യും ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഫങ്ഷൻ ചെയ്യുന്ന ഓർഗൻസിന് മാത്രം സപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് ബോഡിയുടെ എക്സ്റ്റീരിയറിനല്ല പ്രാധാന്യം കൂടുതൽ ഉണ്ടാവുക, ഇന്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയൽ സൈഡിലുള്ള ഓർഗൻസിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ബ്രീത്തനാണ് ചെയ്യണമെങ്കിൽ അത് എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഫങ്ഷനും അതേപോലെ തന്നെ മറ്റേ മീഡിയൽ ആയിട്ടുള്ള ഓർഗൻസിനും ഏരിയയ്ക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഭാഗങ്ങളിൽ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള സെല്ലുകൾക്ക് വന്നിട്ട് പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടില്ല. അങ്ങനെ ഓക്സിജൻ കിട്ടാതാകുന്ന സമയത്ത് അതിന് ചെയ്യാനുള്ള ഫങ്ഷനാലിറ്റിയിലേക്ക് അഭാവങ്ങൾ സംഭവിക്കും.
ഇപ്പൊ ഈ തലമുടിയൊക്കെ വന്നിട്ട് സ്കിന്നിന്റെയും മസിലിന്റെയും ഏറെയിലുള്ള ഔട്ടർ ലെയറിലാണ് ഈ സീഡിങ് ഉള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ മുടീനെ വളർത്തുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്, ഒരു പണിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഓക്സിജന്റെ അളവ് കുറയാവുന്ന സമയത്ത് ആ സെല്ലുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ പ്രോപ്പറായി ചെയ്യാൻ പറ്റില്ല. അപ്പൊ സമയത്ത് ഈ മറ്റേ മുടീനെ ഹോൾഡ് ചെയ്യുന്ന അവിടെയൊന്നും കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ മുടി എന്ത് സംഭവിക്കും? കൊഴിഞ്ഞു പോകും. അതാണ് കഷണ്ടിയോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലോ ഒക്കെ വരുന്നത്. സ്കാൽപ്പൊക്കെ പെട്ടെന്ന് കാണുന്നതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പൊ ഇതിന് വന്നിട്ട് നിങ്ങൾ വന്നിട്ട് ആമസോണിൽ നിന്ന് വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാമ്പു മാത്രം തേച്ചത് കൊണ്ടൊന്നും മാറ്റം ഉണ്ടാവില്ല. മറിച്ച് ഈ ഓക്സിജൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന മുടി കൊഴിച്ചിലോ സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ നല്ലൊരു ബ്രീത്തിങ് പാറ്റേൺ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളെല്ലാം ഒരു പ്രാക്ടീഷണേഴ്സ് ആയതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതേപോലെ തന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ തന്നെ കഴിയുന്നതും വന്നിട്ട് ബോഡി ഒന്ന് ടൈറ്റായിട്ട് പിടിക്കാതെ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് മാക്സിമം ശ്വാസം എടുത്ത് 1 മിനിറ്റ് ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് അതേപോലെ പതുക്കെ വിടുന്നത് പ്രാക്ടീസ് ചെയ്യുക. 2-3 കാര്യങ്ങളുണ്ട്. ചിലർ പറയുന്നു നമ്പർ ഓഫ് ബ്രീത്ത് ആണ് നമ്മളുടെ ആയുസ് എന്ന്. ഓക്കെ, എത്ര നിങ്ങൾക്ക് തന്നിട്ടുള്ളത് മറ്റേ എത്ര ലക്ഷം ബ്രീത്തിങ് എന്നുള്ളതാണ് അവർ നമുക്ക് തന്നിട്ടുള്ള 1 മിനിറ്റ് തന്നിട്ടുള്ള അളവുകോൽ എന്നാണ് പറയുന്നത് പല മറ്റേ എന്താ പറയുക നമ്മുടെ ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്ത ആളുകൾ. സോ ഈ ബ്രീത്തിങ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് പറയാണ്, നിങ്ങൾക്ക് നമ്മുടെ പ്രീനാറ്ററൽ ചീ കൊണ്ടുവരുമല്ലോ, അത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കൺസംഷനെ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കുക, അതിന് പകരം ബാക്കിയുള്ള എനർജീനെ നന്നായിട്ട് കീപ്പപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ ബ്രീത്തിങ് വന്നിട്ട് നമ്മൾ മറ്റേ നോക്കിയും കണ്ട് ഉപയോഗിക്കുക. സോ അപ്പോൾ നമ്മൾ ഏതൊക്കെ സമയങ്ങളിലാണ് ബ്രീത്തിങ് കൂടുതൽ യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേഷ്യം വരുന്ന സമയത്ത്, ഇറിറ്റേഷൻ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റേ നമ്മൾ എന്താ പറയുക എമോഷണലി ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ പാറ്റേൺ തെറ്റ് വരുന്നുണ്ടാവും അല്ലേ. മറ്റേ ബ്രീത്തിങ് നമുക്ക് ഭയങ്കര ഡിഫോൾട്ടായിട്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നതും ഇൻവോൾവ് ചെയ്യാതെ ന്യൂട്രലായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിതെല്ലാം നോക്കി വെറുതെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻസ് ലങ് chi, സ്പ്രെഡ്സ് ആൻഡ് ഡിസെൻസ് ലങ് chi, റെഗുലേറ്റ്സ് ലങ് chi, ഓപ്പൺ ദ ചെസ്റ്റ്, ക്ലിയേഴ്സ് ലങ് heat, സ്റ്റോപ്സ് കഫ്. അപ്പോൾ തൊറാസിക് വെർട്ടിബ്രയുടെ 1.5 ചൂൺ മാറിയിട്ടുള്ളതാണ് BL13. ഓക്കെ, അടുത്തത് UB14 എന്നുള്ളതാണ്. ബാക്ക് ഷൂ പോയിന്റ് ഓഫ് പെരിക്കാർഡിയത്തിന്റെ ബാക്ക് ഷൂ പോയിന്റ് ആണ്. 4ാമത്തെ വെർട്ടിബ്രയിൽ നിന്നും 1.5 ചൂൺ ലാറ്ററൽ ആണ്. 2 വശത്തും ഉണ്ട്, ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്. എല്ലാ മെറീഡിയനും, ബോഡി മെറീഡിയനും അല്ലെങ്കിൽ ഓർഗൻ മെറീഡിയനും എല്ലാം തന്നെ ബൈലാറ്ററൽ ഉണ്ട്, ലെഫ്റ്റ് വശത്തും ഉണ്ട്, റൈറ്റ് വശത്തും ഉണ്ട്. ഓക്കെ, അത് ബാക്ക് ഷൂ പോയിന്റ് ആണ് പെരിക്കാർഡിയം. അതുകൊണ്ട് തന്നെ ചെസ്റ്റ് റീജിയനുമായിട്ടും നമ്മുടെ എമോഷനുമായിട്ടൊക്കെ വളരെയേറെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. കാർഡിയാക് പെയിന്, പാൽപിറ്റേഷൻ, കഫ് ആൻഡ് ചെസ്റ്റ് കൺജഷന് വളരെ നല്ലതാണ്. പല്ലുവേദനയ്ക്ക് വളരെ നല്ലതാണ്. റെഗുലേറ്റ്സ് ദ ഹീറ്റ്, സ്മൂത്തസ് ലിവർ chi, ഫ്രീസ് ദ ചെസ്റ്റ്. ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ നമ്മുടെ ഷോൾഡർ ബ്ലേഡിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഈ ഭാഗങ്ങൾ എമോഷണലുമായിട്ട് വളരെയേറെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എമോഷണൽ ട്രോമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ മസാജ് ചെയ്യുന്ന സമയത്തോ കൈകൊണ്ട് അമർത്തുന്ന സമയത്ത് അവിടെ സിവിയറായിട്ട് വേദന ഉണ്ടാവും. ഓക്കെ, സോ അതിനെ മൈൽഡായിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല റിലാക്സ് കിട്ടും. ആ ഷോൾഡർ ബ്ലേഡിൻ്റെ അത് 1.5 ചൂണിലും 3 ചൂണിലും തന്നെ നിങ്ങൾക്ക് കൈവയ്ക്കാം. ഇവിടെയൊക്കെ ചിലവർക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട്, അതായത് പ്രത്യേകിച്ച് എമോഷണൽ ട്രോമ ഉള്ളവർക്കൊക്കെ തന്നെ ഈ BL14 വന്നിട്ട് ശരിക്കും നിങ്ങൾക്ക് അവിടെ നല്ലൊരു ബൾജിങ് തന്നെ കാണാൻ പറ്റും. ഓക്കെ, UB14 മാനിയ പോലത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടല്ലോ സാർ, പേടി, അങ്ങനത്തെ ബുദ്ധിമുട്ട്, മരിക്കും അല്ലെങ്കിൽ മരണം, ഞാൻ മരിക്കും എന്നുള്ള ഭയപ്പെടുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്ക് അവിടെ മോക്സ കൂടെ കൊടുക്കുകയാണെങ്കിലേ വളരെ എഫക്റ്റീവ് ആണ്. മോക്സ ഈ ഭാഗത്ത് എല്ലാവരുടെയും കൊടുക്കാം. സോറി, ഞാനത് പറയാൻ അല്ലെങ്കിൽ ജിഞ്ചറോ കല്ലുപ്പും വെച്ചിട്ട് മോക്സയുടെ ഹീറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന്
അത്ഭുതകരമായ മാറ്റം കാണാൻ പറ്റും. റിസൾട്ട് ഉണ്ടല്ലേ? ഓക്കെ. ഞാൻ ആക്ച്വലി നമ്മൾ ബോഡി ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് മാത്രം നമ്മൾ എക്സ്ട്രാ മസാജിന് എപ്പോഴും ഫോക്കസ് ചെയ്യും. ഓക്കെ, ഭയങ്കരമായിട്ട് എന്താ പറയാ, മറ്റേ എമോഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റും കൂടിയാണ് ഈ ലൊക്കേഷൻ. പോയിന്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ. സാറ് സംസാരിക്കുമ്പോൾ ഇടയിൽ കട്ടാവുന്നത് മേ ബി എന്റെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ആയിരിക്കും വിചാരിക്കണം. അല്ല, ഞാൻ ഹെഡ്ഫോൺ വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ. ചെറിയ കട്ട് വരുന്നുണ്ട് സംസാരിക്കുന്നത്. അപ്പം UB15 എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഹാർട്ടിന്റെ ഷൂ പോയിന്റ് ആണ്, ബാക്ക് ഷൂ പോയിന്റ് ആണ്. 5ാമത്തെ തൊറാസിക് വെർട്ടിബ്രയിൽ നിന്ന് 1.5 ചൂൺ ലാറ്ററലുള്ള ലൊക്കേഷനിലാണ് ഈ പോയിന്റ് ഉള്ളത്. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണോ പെരിക്കാർഡിയം ഹാർട്ടും തമ്മിൽ തന്നെ എന്താ പറയുക, രണ്ടായിട്ട് കാണുന്നു എന്ന് പറയുകയാണെങ്കിലും അതൊരു ഒന്നിച്ചിരിക്കുന്ന ഓർഗനാണ്. അപ്പം അതുകൊണ്ട് തന്നെ പെരിക്കാർഡിയത്തിന് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇവിടെയും നമുക്ക് ഇമോഷണൽ സ്റ്റാറ്റസും മറ്റും നമുക്ക് കാണാൻ പറ്റും. കാർഡിയാക് പെയിന് നല്ലതാണ്, പാൽപിറ്റേഷന് നല്ലതാണ്, ചെസ്റ്റ് കൺജഷന് നല്ലതാണ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്തിന് നല്ലതാണ്, കഫിന് നല്ലതാണ്. അതേമാതിരി തന്നെ വോമിറ്റിംഗ്, ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്, ഉറക്കക്കുറവിന് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്കുള്ള മറവി, അതായത് ചിലർ പറയാറുണ്ടല്ലോ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോവുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എങ്ങനത്തെ ആളുകളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഹറിബറിയുള്ള ആളുകളുണ്ടാവും. ചില ആളുകൾ അതായത് അവർക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതേമാതിരി തന്നെ ഇപ്പോൾ ഒരു പണി ചെയ്യുകയാണെങ്കിൽ പോലും അടുത്തത് എന്താണെന്ന് ആലോചിക്കും. അങ്ങനെയുള്ള ആളുകളിൽ ഉണ്ടാവുന്ന ഇൻസോമേനിയ കുറവിന് ഈ പോയിന്റ് നല്ലതാണ്. അതായത് എക്സസ് ഫയർ കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോയിന്റ് നല്ലതാണ്. ഓക്കെ, അതേമാതിരി എപ്പിലെപ്സിക്കും ഈ പോയിന്റ് നന്നായി ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഇൻവോളണ്ടറി ആയിട്ടുള്ള എമിഷൻസ്, അതായത് മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് സ്പേം എമിഷൻ ആവുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. അതേമാതിരി തന്നെ നൈറ്റ് സ്വെറ്റിങ്ങിനും ഈ പോയിന്റ് നല്ലതാണ്. കാരണം ഒട്ടുമിക്ക ഇൻവോളണ്ടറി എമിഷൻസ് ഉള്ള ആളുകളെല്ലാം തന്നെ ഹറിബറിയുടെ ആൾക്കാരോ അല്ലെങ്കിൽ എന്നിട്ട് ഓവറായിട്ട് ആൻസൈറ്റി ആവുന്ന ആളുകളോ ആയിരിക്കും. ഓക്കെ, ആൻസൈറ്റി എന്ന് പറയുന്നത് ഹാർട്ട് ഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എക്സസ് ഉള്ള ആളുകളിലേക്ക് ഇങ്ങനെ സംഭവിക്കും. ഫങ്ഷൻസ് എന്ന് പറയുന്നത് സ്ട്രെങ്തൻസ് ആൻഡ് നൊറിഷസ് ദ ഹാർട്ട്, കാംസ് ദ ഷൻ, റെഗുലേറ്റ്സ് ഹാർട്ട് ഷീ, ഓപ്പൺ ദ ചെസ്റ്റ്, റിസോൾവ്സ് ബ്ലഡ് സ്റ്റാഗ്നേഷൻ, ക്ലിയേഴ്സ് ഹാർട്ട്. അതേമാതിരി തന്നെ ഹീറ്റ് ബോഡിയിലുണ്ടെങ്കിൽ, ഫയറൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഹാർട്ടിൽ, അതൊക്കെ ക്ലിയർ ചെയ്യാൻ വളരെ നല്ല പോയിന്റ്സ് ആണ്. പൊതുവെ ബോഡി മസാജ് ചെയ്യുന്നവരൊക്കെ വന്നിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ചില ഇഷ്യൂസ് നമ്മൾ വിചാരിക്കാതെ വെറുതെ ചെയ്താൽ പോലും, നിങ്ങൾ ഡോൺ ആയിക്കോട്ടെ ബാറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ വന്നിട്ട് ഇൻവോളണ്ടറി എമിഷൻസും മറ്റേ എമോഷൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ഓപ്പൺ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തെറാപ്പിയുടെ കഴിവല്ല, നമ്മൾ ചെയ്തതിൻ്റെ കഴിവല്ല, മറിച്ച് ഈ പോയിന്റ്സിനെയൊക്കെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടും അവിടെ ഉണ്ടാകുന്ന സ്റ്റാഗ്നേഷൻ റിമൂവ് ചെയ്യുന്നതും കൊണ്ട് ഓട്ടോമാറ്റിക്കലി ശരീരത്തിന് സംഭവിക്കുന്ന റിസൾട്ടുകളാണ് നമുക്ക് ക്ലയൻസ് പറയാറുള്ളത്. സൗമ്യനെ വിളിക്കുക, ശിവകുമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിലാണെന്ന് പറഞ്ഞത്. സൗമ്യനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ശിവകുമാറിനെ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ BL15 നോക്കിയല്ലോ അല്ലേ? ഓക്കെ, ഹാർട്ടിൻ്റെ ഇഷ്യൂ. അപ്പോൾ തൊറാസിക് 5th വെർട്ടിബ്രയുടെ അടുത്തുള്ളതാണ്, അല്ലെങ്കിൽ 1.5 ചൂൺ ലാറ്ററൽ ആയിട്ടുള്ള പോയിന്റ് ആണ് UB15 അല്ലെങ്കിൽ BL15 എന്ന് പറയുന്നത്. അടുത്തത് UB16 എന്നുള്ള പോയിന്റ് ആണ് ഗവേണിംഗ് ഷൂ. ഓക്കെ, ഡ്യൂ വെസൽസിന്റെ ബാക്ക് ഷൂ പോയിന്റ്സ് ആണ്. ഓക്കെ, വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെയാണ് ഇത്. ഡ്യൂ മെറീഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അതായത് പൊതുവെ നമ്മുടെ ഫ്രണ്ടിലൂടെ വരുന്ന റൺ ചാനൽ അല്ലെങ്കിൽ CV എന്ന് പറയുന്നത് കൺസെപ്ഷണൽ വെസൽസ് ആണ്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന പോയിന്റാണ് കൺസെപ്ഷണൽ വെസറ്റ്. പക്ഷെ ഗവേണിംഗ് വെസൽസ് വന്നിട്ട് യാങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആണുങ്ങൾക്കൊക്കെ ഒരുപാട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക ഈ ഡ്യൂ ചാനലും. സ്ത്രീകൾക്ക് പൊതുവേ കൂടുതൽ റിലേറ്റഡ് ആയിട്ട് യൂസിന് നമുക്ക് റൺ ചാനലുമാണ് എഫക്റ്റീവായിട്ട് പലപ്പോഴും പല പുസ്തകങ്ങളിലും കാണാറുള്ളത്. ഓക്കെ, സോ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡിയാക് പെയിന്, ചെസ്റ്റ് കൺജഷന്, ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന്, അബ്ഡമിനൽ പെയിന്, കഫിന്, ആസ്മയ്ക്കൊക്കെ തന്നെ നല്ലതാണ്. അതേമാതിരി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല പോയിന്റാണ്. ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ വളരെ നല്ല പോയിന്റാണ്.
അതേമാതിരി തന്നെ ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ റീജിയനിൽ ഉണ്ടാവുന്ന ചീന് പ്രോപ്പർ ആക്കാൻ നല്ലതാണ്. അപ്പം നമുക്ക് വന്നിട്ട് ദഹന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ, അതുപോലെ തന്നെ അബ്ഡമനിൽ വന്നിട്ട് എന്താ പറയുക ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഭാരം കൂടുതൽ ഫീൽ ചെയ്യുക, അതേമാതിരി തന്നെ എന്താ പറയുക മറ്റേ വയറ് ഒരുപാട് എന്താ പറയുക വീർത്തിരിക്കുക, ഇങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ തന്നെ നമുക്ക് ഈ പോയിന്റ്സ് ബാക്കിയുള്ള പോയിന്റ്സിൻ്റെ ഒപ്പം ഉപയോഗിക്കാൻ പറ്റും. 6th വെർട്ടിബ്രയുടെ 1.5 ചൂൺ ലാറ്ററൽ വരുന്ന പോയിന്റാണ്, ബൈലാറ്റർ ആയിട്ടുള്ള പോയിന്റാണ്. ഓക്കെ, അടുത്തത് UB17 ആണ്. 7th തൊറാസിക് വെർട്ടിബ്രയുടെ 1.5 ചൂൺ ലാറ്ററൽ ഉള്ള പോയിന്റാണ്. അതായത് ഡയഫ്രത്തിന്റെ ബാക്ക് ഷൂ പോയിന്റ് ആണ്. ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഡയഫ്രം റീജിയനിൽ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതിൻ്റെ അക്യൂട്ട് എപ്പിഗാസ്ട്രിക് പെയിൻ, ഹിക്കപ്സ്, അതേമാതിരി തന്നെ ആഹാരമോ അല്ലെങ്കിൽ ജലമോ ത്രോട്ടിലൂടെ ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അതേമാതിരി തന്നെ മോഷനിലൂടെ ബ്ലഡ് പോവുക തുടങ്ങിയവയ്ക്കൊക്കെ UB17 വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ കഫിന് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ വൊമിറ്റ് ചെയ്യുക, ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നതിന്. അതേമാതിരി തന്നെ ഇടവിട്ടുള്ള പനി, അതായത് പെട്ടെന്ന് ബോഡി ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യാം. അതേമാതിരി തന്നെ നൈറ്റ് സ്വെറ്റിങ്ങിന് നല്ലതാണ്. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയേറെ നല്ല പോയിന്റാണ് UB17. ബ്ലഡിന്റെ ഹീറ്റിനെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ബ്ലഡിനെ നൊറിഷ് ചെയ്യാൻ നല്ലതാണ്. അതേമാതിരി തന്നെ ശരീരത്തിനകത്ത് എക്സസ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നല്ലതാണ്. അതേമാതിരി തന്നെ റിബലസ് ചീനെ കാം ചെയ്യാൻ നല്ലതാണ്. ഡയഫ്രത്തിന്റെ ഏരിയനെ സപ്പോർട്ട് ചെയ്യുന്നു, അവിടെ ഹാർമോണൈസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഷെന്നിന് നമുക്ക് കാംനെസ് കിട്ടുന്നു. ഈ പോയിന്റ് വളരെയേറെ എഫക്റ്റീവാണ്. ഒരുപാട് ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ്, അയാളുടെ ഡയബറ്റിക് പേഷ്യൻറ്റിന് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡിൻ്റെ മെറ്റബോളിസമാണ് ആക്ച്വലി പോകുന്നത്. ശരിക്കും ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കപ്പ് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ തന്നെ വളരെയേറെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും ബ്ലഡിൻ്റെ മെറ്റബോളിസം ബാലൻസ് ചെയ്യാൻ. അതേമാതിരി തന്നെ വെരിക്കോസ് വെയിന്, ഇതിനെല്ലാം തന്നെ ഈ പോയിന്റ്സ് വളരെയേറെ എഫക്റ്റീവാണ്. ഓക്കെ, ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡയഫ്രം റീജിയനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇപ്പൊ ഡയഫ്രത്തിന്റെ ഏരിയ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഡയഫ്രത്തിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ലങ് സ്റ്റേ ചെയ്യണത്, ഹാർട്ട് സ്റ്റേ ചെയ്യണത്. ആ ഡയഫ്രത്തിന്റെ തൊട്ട് താഴെ തന്നെയാണ് സ്പ്ലീൻ ആയിക്കോട്ടെ, സ്റ്റൊമക്ക് ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, ഇതെല്ലാം ഉള്ളത്. സോ ഇതിനെല്ലാം നൊറിഷ് ചെയ്യുന്നതുകൊണ്ടാണ് ബ്ലഡിനെ നൊറിഷ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് നീഡിൽ ചെയ്യുന്നതും തെറാപ്പറ്റിക്കലി അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും വന്നിട്ട് നോട്ട് ഓൺലി സപ്പോർട്ട്സ് BL മെറിഡിയൻ, ബട്ട് ഇറ്റ് സപ്പോർട്ട്സ് എൻ്റയർ ആ ഒരു റീജിയനിൽ വരുന്ന മിഡിൽ ജിയോയിൽ വരുന്ന പ്രധാനപ്പെട്ട എല്ലാ ഓർഗനും അവിടെ കവേർഡ് ആവും. ഓക്കെ, സോ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ഷോൾഡർ ബ്ലേഡിൻ്റെ നേരെയായിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി. വെർട്ടിബ്രയുടെ കണക്കെടുക്കുകയാണെങ്കിൽ 7th വെർട്ടിബ്രയാണ് അവിടെ വരുന്നത്. 7th വെർട്ടിബ്രയുടെ 1.5 ചൂൺ ലാറ്ററൽ വരുന്ന പോയിന്റാണ് BL17. ഓക്കെ, നിങ്ങൾ മറ്റേ ഡയബറ്റിക് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ലിവറിന് ഓവർലോഡ് വരുന്ന പേഷ്യൻസിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ടാവുന്നവർക്ക്. ഓക്കെ, BL18 ഓക്കെ, ലിവർ ഷൂ പോയിന്റ് ആണ്. 9th തൊറാസിക് വെർട്ടിബ്ര 1.5 ചൂൺ ലാറ്ററൽ ആയിട്ട് വരുന്ന പോയിന്റാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് നിങ്ങൾ അവിടെ പ്രസ് ചെയ്ത് നോക്കുക. വേദനയുണ്ടെങ്കിൽ ആ ഷൂ പോയിന്റിനൊരു പ്രത്യേകതയുണ്ട്, അത് നമുക്ക് നീഡിൽ ചെയ്യാം. അത് മറ്റേ ഡയഗ്നോസിങ്ങിനുള്ള പോയിന്റും കൂടെയാണ്. അതേ സമയത്ത് നമുക്ക് ആ ഓർഗനെ മറ്റേ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റും കൂടിയാണ്. ഹൈപ്പോകോൺട്രിയം ഏരിയയിൽ ഉണ്ടാവുന്ന പെയിൻ, ഓക്കെ, ജോണ്ടിസിന്, കാരണം ലിവറായിട്ട് കണക്റ്റഡ്, ലിവറായിട്ട് കണക്റ്റഡ് ഉള്ള എക്സ്റ്റേണൽ ഓർഗനാണ് ഐ. അതുകൊണ്ട് തന്നെ ഐ ഡിസീസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വോമിറ്റിങ്ങിന് വളരെ നല്ല പോയിന്റാണ് ഇത്. അതേപോലെ തന്നെ എപ്പിസ്റ്റാറ്റി, നോസിലൂടെ മൂക്കിലൂടെ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ, അത് കഫത്തിലൂടെ വരികയാണെങ്കിലും അതല്ലാതെ തന്നെ ചിലവർക്കുണ്ടാവും. പ്രത്യേകിച്ച് ഈ മറ്റേ ഗ്രോത്തിങ് സ്റ്റേജ്, അതായത് ഒരു 10 വയസ്സ് റേഞ്ചിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ചില കുട്ടികളിൽ വേനൽക്കാലത്തോ അതല്ലെങ്കിൽ എക്സസ് ആയിട്ട് അവരെന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകളിൽ ഇങ്ങനെ ഒരു ബ്ലീഡിങ് വരാറുണ്ട്. ഓക്കെ, അതിനൊക്കെ തന്നെ നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി ബാക്ക് പെയിനെ മാറാനും ഈ പോയിന്റ് നല്ലതാണ്.
ലിവർ ചീസ് സ്റ്റാഗ്നേഷൻ റിമൂവ് ചെയ്യാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ലിവറായിട്ട് ബന്ധപ്പെട്ടിട്ട് മൊത്തത്തിൽ നല്ല പോയിന്റ് കണക്കാക്കിക്കോളൂ. ബട്ട് ഫംഗ്ഷൻ അവിടെ എഴുതിയതുകൊണ്ട് നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. റെഗുലേറ്റ്സ് ആൻഡ് നൊറിഷസ് ലിവർ ബ്ലഡ്, റിസോൾവ്സ് ഡാംപ് ഹീറ്റ്, ബെനിഫിറ്റ്സ് ദ ഐസ് ആൻഡ് സ്നൂസ്, ഡിസ്പെൽസ് വിൻഡ്. അതായത് അപ്പോൾ നമ്മുടെ ഈ ടെൻഡനിലൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂ, അതായത് ടെൻഡൻ എന്ന് പറയുമ്പോൾ ബോണും മസിൽസും കൂടി കണക്ട് ചെയ്യുന്ന എന്താ പറയുക ഞരമ്പ് പോലെയുള്ള ഒരു സാധനം അല്ലേ. സോ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനൊക്കെ വളരെയേറെ നല്ല പോയിന്റാണ്. 9th thoracic vertebrae 1.5 ചൂൺ മാറിയിട്ടുള്ളതാണ് UB18 എന്ന് പറയുന്ന പോയിന്റ്. അടുത്തത് UB19 എന്നുള്ളതാണ് ഗാൽ ബ്ലാഡറിന്റെ ഷൂ പോയിന്റ് ആണ്. 10th thoracic vertebrae 1.5 ചൂൺ ബൈലാറ്ററിൽ വരുന്ന പോയിന്റ് ആണ്. ഗാൽ ബ്ലാഡറിന്റെ ബ്ലാക്ക് ഷൂ പോയിന്റ് ആണ്. അപ്പോൾ ഗാൽ ബ്ലാഡറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും നിങ്ങൾ അവിടെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് പെയിൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇന്നതിനാണോ എന്ന് ചോദിക്കേണ്ട. ഇറ്റ് റെഗുലേറ്റ്സ് ഗാൽ ബ്ലാഡർ. ഓക്കെ, എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ജോണ്ടിസിന് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ വായിൽ കശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് പനിയുള്ള സമയത്ത് കശപ്പുണ്ടാവും, ദയവായിട്ട് ആ പനിയുള്ള ആളുകളിലൊന്നും ഈ പോയിന്റൊന്നും പോയി ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്. മറിച്ച് പനിയൊന്നും ഇല്ലാതെ തന്നെ ചില ആളുകളിലേക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കശപ്പ് തോന്നും, അല്ലെങ്കിൽ ഉച്ച സമയത്ത് ഒക്കെ ചിലപ്പോൾ എൻറ്റയർ ഡേയിൽ തന്നെ അവർക്കൊരു കശപ്പ് ഫീൽ ചെയ്യും. പക്ഷേ പനിയൊന്നും ഉണ്ടാവില്ല. സോ അങ്ങനെ വരുന്നവർക്ക് നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഇറ്റ് സേസ് ദർ ഈസ് എൻ ഇംബാലൻസ് ഓൺ മറ്റേന്താ പറയുക ഗാൽ ബ്ലാഡറിന്റെ ഫയറിൽ ഉണ്ടാവുന്ന ഇംബാലൻസിനെയാണ് ബിറ്റർ ടേസ്റ്റിലൂടെ കാണിക്കുന്നത്. ഓക്കെ, പെയിൻ ഇൻ ദ ഹൈപ്പോകോൺഡ്രിയം ഏരിയയിൽ വരുന്ന വേദന, അതേമാതിരി തന്നെ ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്യൂബർ കൊളോസിസിന് ഈ പോയിന്റ് നല്ലതാണ്. അതായത് മറ്റേ ബാലൻസ്ഡ് അല്ലാതെ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുക അല്ലെങ്കിൽ കുറയുക എന്നുള്ള മാറിയിട്ടുള്ള ഒരു ഇഷ്യൂ പനിക്കും ഈ പോയിന്റ് നല്ലതാണ്. റെഗുലേറ്റ്സ് ആൻഡ് സ്ട്രെങ്തൻസ് ഗാൽ ബ്ലാഡർ ചി, റിസോൾവ്സ് ഗാൽ ബ്ലാഡർ അല്ലെങ്കിൽ ലിവറിലെ ഡാംപ് ഹീറ്റിനെ. ഈ ഹീറ്റ് കൊണ്ടാണ് നാക്കിൽ കശപ്പ് വരുന്നത് കേട്ടോ. ഫയറിൻ്റെയാണ് ശരിക്കും ബിറ്റർ ടേസ്റ്റ്. ഇവിടെ വന്നിട്ട് ഗാൽ ബ്ലാഡറിൽ ഫയർ കൂടുന്ന സമയത്ത് ദഹനിക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെയും ഇഷ്യൂസും കൊണ്ടുണ്ടാകുന്ന ഒരു ഇഷ്യൂസാണ്. ക്ലിയേഴ്സ് ഷാവോയിങ് പാത്തജൻസ്, അതായത് നമ്മൾ മറ്റേ പാത്തജൻ എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ മറ്റേ പാറ്റേണിൽ പോകുമ്പോൾ ഇതിനൊക്കെ പിന്നെയും ഡിവൈഡ് ചെയ്യും. യാങ് പാത്തജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ യാങ് ആണ്, കോൾഡ് ഇൻ പാത്തജൻ ആണ്. ഓക്കെ, വിൻഡ് യാങ് പാത്തജൻ ആണ്. അപ്പോൾ ഡാംപ് ഹീറ്റ്, ഡാംപ് വിൻഡ് അല്ലെങ്കിൽ വിൻഡ് വിത്ത് ഹീറ്റിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. 10th thoracic vertebrae 1.5 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ് ആണ് UB19 എന്ന് പറയുന്നത്. അടുത്തത് UB20 എന്നുള്ള പോയിന്റ് ആണ്. ഹലോ, എല്ലാവരും ക്ലാസ്സിലുണ്ടല്ലോ അല്ലെ? മറ്റേ ഇത്ര നേരം ഒരാളുടെ ശബ്ദം അബ്ദുൽ ഖാദർ സാർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഉണ്ട് സാർ. അല്ല സാർ, ക്ലാസ്സിലുണ്ട്. 11th thoracic vertebrae 1.5 ചൂൺ മാറിയിട്ടുള്ളതാണ് ഈ UB20 എന്ന് പറയുന്നത്. സ്പ്ലീനിന്റെ ബാക്ക് ഷൂ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും ഉപയോഗിക്കാം. ട്രാൻസ്ഫോർമേഷൻ, ഫുഡിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, ദഹന പ്രക്രിയ, ഇറിറ്റേറ്റബിൾ ബൗൾ സിൻഡ്രോം ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഈ പോയിന്റിനും കൂടെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് പെയിൻ ഉണ്ടെങ്കിൽ നീഡിൽ ചെയ്യാം. ഞാൻ പറയുന്നത് എല്ലാം വന്നിട്ട് നമ്മുടെ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ചിലത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, പുസ്തകത്തിലുള്ളതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. അതല്ലാതെ പറയുന്നതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നോ അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ഇപ്പോൾ അബ്ദുൽ ഖാദർ സാർ പോലെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇതിലേതെങ്കിലും മറ്റേ ഏച്ചു കൂട്ടി പറയുന്നതല്ല, ആരുടെങ്കിലൊക്കെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ ഷെയറിങ് വരുന്നത്. അബ്ഡോമിനൽ ഡിസ്റ്റൻസിന് വളരെ നല്ല പോയിന്റ് ആണ്. ജോണ്ടിസിന് നല്ല പോയിന്റ് ആണ്. വോമിറ്റിങ്ങിന് നല്ലതാണ്. നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്പ്ലീനും ലിവറും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കണക്റ്റഡ് ആണ്. എങ്ങനെയാണോ ഹാർട്ടിനെ നമ്മൾ പെരിക്കാർഡിയവും അല്ലെങ്കിൽ മറ്റേ ഹാർട്ട് എന്ന് പറയുന്ന 2 ഓർഗനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, പലപ്പോഴും വന്നിട്ട് ഈ TCM വായിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ലിവറിന് ഫങ്ഷൻ ഒരുപാടുള്ളത് കൊണ്ടും അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം പ്രയോറിറ്റി ഉള്ളത് കൊണ്ടും ലിവറിൻ്റെ തന്നെ രൂപത്തിലുള്ള ഒരു കുഞ്ഞു സാധനത്തിന് തനിയെ വെച്ചിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് പണി കൊടുത്ത പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. അതിൻ്റെ കളറും ഷേപ്പ് പോലും വന്നിട്ട് ഏകദേശം ലിവറിൻ്റെയും
ഏകദേശം പോലെ തന്നെയാണ്, അല്ലാണ്ട് ഡിഫറെന്റ് കളറല്ല. ലിവർ മാതിരി തന്നെയാണ്. അതിന്റെ ഫങ്ഷനാലിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്പ്ലീൻ എന്ന് പറയുന്നത് ലിവറിനെ കട്ട് ചെയ്തിട്ട് തനിയെ ഒരു സാധനം വെച്ച് പോലെ തന്നെയാണ്. പലപ്പോഴും ഇത് എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും തോന്നാറുള്ളത്, ലിവറും സ്പ്ലീനിനെയും ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നാണ്. ഭയങ്കര കണക്ഷനാണ് തമ്മിൽ. ഒരുപാട് കാര്യങ്ങൾ ഇത് രണ്ടും വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചിലരുടെ ലിപ്സ് പിന്നെ സ്പ്ലീനിന്റെ അതേ ഷേപ്പാണ്. അപ്പൊ അവർക്കുള്ള സ്പ്ലീൻ ഓർഗനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും. ഈവൻ നിങ്ങൾ വന്നിട്ട് ഒരാളെ കാണുന്ന സമയത്ത് ഓരോരുത്തരും കാതുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലരുടെ കാതുകൾ രണ്ട് ഷേപ്പിലായിരിക്കും. ചിലവരുടെ കാത് ഒന്ന് ചെറുതും ഒന്ന് വലുതായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു മോഡിഫിക്കേഷനാണ്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവരെ സ്കാൻ ചെയ്ത് നോക്കുക. രണ്ട് കിഡ്നിക്കും വന്നിട്ട് സാധാരണയുള്ള ഡിഫറൻസിനേക്കാളും അവർക്ക് കുറച്ച് കൂടുതൽ ഡിഫറൻസ് കാണാൻ പറ്റും. അതേമാതിരി തന്നെ താഴത്തെ ചുണ്ടെന്ന് പറയുന്നത് സ്പ്ലീനുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ലിപ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ലിപ്സിന് ഉണ്ടാവുന്ന ഡ്രൈനെസ്, പല മറ്റേ ഡയബറ്റിക് വന്ന ആൾക്കാർ നോക്കൂ, ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ് പറയും. എന്താണ്? മറ്റേ സ്പ്ലീനിനെ, ഹീറ്റിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. തമ്മിൽ കണക്റ്റഡ് ആണ്. എക്സ്റ്റേണൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ വെറുതെ പേരിന് തന്നതല്ല. ശരിക്കും നിങ്ങൾ ആ സ്പ്ലീനിനെ അവരവരുടെ എക്സ്റ്റേണൽ ഓർഗനെ, അതായത് ഇപ്പൊ നിങ്ങൾ മൂക്കിനെ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഇന്റേണൽ ഓർഗനെ കുറിച്ച് പഠിക്കാം. സ്പ്ലീനെ ശ്രദ്ധിച്ച ഇന്റേണൽ ഓർഗനെ കുറിച്ച് പഠിക്കാം. നാക്കിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിനെയും ഇന്റേണൽ ഓർഗനെയും കുറിച്ച് പഠിക്കാം. കാതിന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇന്റേണൽ ഇഷ്യൂസിനെയും കിഡ്നിയുടെ സ്ട്രെങ്തിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലൂടെ ഡയഗ്നോസിസിന് ട്രൈ ചെയ്യാം. അല്ല സാർ, ഇപ്പൊ ഷേപ്പ് മാറ്റാൻ പറ്റൂല. ഇപ്പൊ ആൾക്കാര് പിന്നെ സ്ക്രീനിന്റെ ഷേപ്പാന്ന് ചോദിച്ചാൽ സ്ക്രീൻ എന്തെങ്കിലും ബാലൻസ് ചെയ്താലും ഷേപ്പ് മാറൂലല്ലോ. മാറുവോ? ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് ചുണ്ടിന്റെ ഷേപ്പ് സ്ക്രീന് പോലെ ഉണ്ടാവും ചിലരെ. ചുണ്ടെന്ന് പറയുന്നത് സ്പ്ലീനിന്റെ എക്സ്റ്റേണൽ ലോത്തജൻ അല്ലേ? അപ്പൊ ചിലർ ശരിക്കും എടുത്ത് കാണിക്കുന്ന വിധത്തിൽ ഷേപ്പ് ഉണ്ടാവും. അപ്പൊ അവരുടെ സ്പ്ലീൻ കുറച്ചുകൂടി നല്ല സ്പ്ലീൻ ആണെന്ന് വിചാരിച്ചാൽ, ഭംഗിയുള്ള സ്പ്ലീൻ ആണെന്ന് വിചാരിച്ചാൽ മതി. ഓ, അങ്ങനെയല്ല, അല്ലാണ്ട് ഡിസോർഡർ അല്ല. അങ്ങനല്ലത്. അതായത് നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യേണ്ടത് അതിന്റെ ഷേപ്പിന്റെ പ്രാധാന്യം സെക്കൻഡറി ആണ്. മറിച്ച് അതിന്റെ കളർ ടോൺ എങ്ങനെയാണ്, അവിടെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, സ്കിന്നിന്റെ ടോൺ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ഓക്കെ. അതേ സമയത്ത് ഉറപ്പായിട്ടും അവരുടെ ചുണ്ടും അവരുടെ സ്പ്ലീനിന്റെ ഷേപ്പും തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. പിന്നെ ചുണ്ടിന്റെ ഷേപ്പ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലീനിന്റെ ഷേപ്പ് മാറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഞാനൊരു സംശയം ചോദിക്കണം. നിങ്ങൾക്ക് സുജോക്ക് അറിയില്ലേ മാഡം? അറിയാം. ഇപ്പൊ എന്റെ തള്ളവിരല് അല്ലെങ്കിൽ ഒരാളുടെ തള്ളവിരല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ തല കട്ടായി പോവോ? ഇല്ല. സുജോക്കിൽ അത് തലയല്ലേ? അതെ. അപ്പൊ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തത് കൊണ്ട് ആ ഇന്റേണൽ ഉള്ള ഓർഗണിന് മാറ്റം വരണം എന്നില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് വന്നിട്ട് ഒരു റോഡിലൂടെ നടന്നു പോകുന്നു, ഒരു തേനീച്ച വന്നിട്ട് നിങ്ങളുടെ ചുണ്ടിൽ തട്ടി കുത്തിന്ന് വെക്കുക, ചുണ്ട് വീർത്തപ്പോ സ്പ്ലീന് വീർക്കുവോ? ഇല്ല. അത് എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു അപകടമാണ്. ഓക്കെ. അതായത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഏത് കറസ്പോണ്ടിങ് സിസ്റ്റത്തിലും ഇന്റേണൽ ഓർഗണിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അതിന് എക്സ്റ്റേണൽ ഓർഗൺ അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ ബോഡിയുടെ കറസ്പോണ്ടിങ് സിസ്റ്റം ഉള്ളത് അവിടെയൊക്കെ അതിന്റെ ഒരു റിസംബ്ലൻസ് ഉണ്ടാവും. ഓക്കെ. പക്ഷെ അത് ഞാൻ പറയാൻ കാരണം, ചില ആൾക്കാർ പറയും നല്ല കണ്ണിന്റെ നല്ല ഷേപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ ലിവറും മറ്റൊക്കെ നല്ല സ്ട്രെങ്ത് ഉള്ളതായിരിക്കും, അതുപോലെ അങ്ങനെയൊക്കെ പറയുന്നത്. അതാണ് പറയാൻ വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഷേപ്പ് മാറ്റുമ്പോൾ ഇത് മാറുമെന്ന് ചോദിച്ചതിനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു ഓർഗണിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കറസ്പോണ്ട് ചെയ്യുന്ന എല്ലാ ഭാഗത്തും അതിന്റെ ഒരു സിംറ്റം ഉണ്ടാവും. പക്ഷെ നമുക്ക് ചുണ്ട് സ്പ്ലീനിന്റെ ആയതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്ലീനിന് ഒരു എറുമ്പ് കടിച്ചു നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ കാറ്റത്ത് എന്തെങ്കിലും വന്ന് തട്ടി അവിടെ ഒരു ഇഷ്യൂസ് ആയി കഴിഞ്ഞാൽ അത് സ്പ്ലീനിന്റെ പ്രോബ്ലം അല്ല. പക്ഷെ നിങ്ങളുടെ കണ്ണ് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവർ നന്നായിരിക്കണു എന്നർത്ഥം. നിങ്ങളുടെ മൂക്ക് കംഫർട്ടബിൾ ആണ്, ബ്രീത്തിങ് പ്രോബ്ലം ഒന്നുമില്ല, കംഫർട്ടബിൾ ആണ് വെച്ചാൽ ലങ്ങിന് സ്റ്റാഗ്നേഷൻസ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. സ്പ്ലീന് കാണാൻ ഭംഗിയും ഷേപ്പായിട്ടും നല്ല കളർ ടോണിലാണ് ഉള്ളെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ഇൻ ഫങ്ഷൻ, അല്ലെങ്കിൽ എനർജി ലെവൽ നന്നായിട്ടുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങളെ ബ്ലഡിന്റെ നേച്ചർ നല്ലതാണെങ്കിൽ നിങ്ങളെ കാണാൻ എപ്പോഴും ഒരു പുഷ്ടിയുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അതേ സമയത്ത് ബ്ലഡിന്റെ മെറ്റബോളിസം വളരെ പ്രോപ്പർ അല്ല, സഫീഷ്യൻ്റ് ആയിട്ട് ബ്ലഡ് ഇല്ല എന്ന് പറഞ്ഞാൽ
നിങ്ങളെ കാഴ്ചയ്ക്ക് തന്നെ ഒരു രോഗിയായിട്ടോ അല്ലെങ്കിൽ ക്ഷീണിതനായിട്ടോ എനർജി ഇല്ലാത്ത ഒരാളായിട്ട് കാണും. എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ക്ലിയർ? ക്ലിയർ സർ. എന്താ പറയുക, നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തി? അബ്ഡമൽ ഡിസ്റ്റൻഷൻ, ജോണ്ടിസ്, വൊമിറ്റിംഗ്, ഡയേറിയ, ഡിസെൻട്രി എല്ലാത്തിനും നല്ലതാണ്. ബ്ലഡ് ഇൻ സ്റ്റൂൾസ് നല്ലതാണ്. എഡിമയ്ക്ക് നല്ല പോയിന്റാണ്. ഓക്കെ. അതേമാതിരി ടോണിഫൈസ് ദ സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക് ചി ആൻഡ് യാങ്. നൊറിഷസ് ബ്ലഡ്. യാങ് എന്ന് പറഞ്ഞാൽ ഹീറ്റ്. ഓക്കെ. റിസോൾവ്സ് ഡാംപ്നെസ്, റെഗുലേറ്റ്സ് സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക് ചി. UB20 is an important point to use for any spleen patterns. Excellent point to tonify the spleen and the stomach for chronic condition. അപ്പോൾ ഡയബറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും അതൊരു ക്രോണിക് സ്റ്റേജസ് ആയിരിക്കും. ഇനിഷ്യൽ സ്റ്റേജിലൊന്നും ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ സ്പ്ലീനും സ്റ്റൊമക്കും ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും നിങ്ങൾക്ക് UB20 ഉറപ്പായിട്ടും വളരെ നല്ല പോയിന്റാണ്. 11ാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ പോയിന്റ് 1 ജൂൺ ലാറ്ററലായിട്ട് വരുന്ന പോയിന്റാണ്. ഇപ്പോൾ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ട് സ്റ്റൊമക്കൽ സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ വരുന്നുണ്ടോ അതിനെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. യാങ്ങിൻ്റെ ഇഷ്യൂസിന് ഉപയോഗിക്കാം. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡാംപ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാത്തിനും തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഇതിന് എഴുതിയ ഇൻഡിക്കേഷൻസ് മാത്രമായിട്ട് കണക്കാക്കേണ്ട, ഫങ്ഷണലിന് ഏതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൂടെ നോക്കുക. അടുത്തത് അതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് തൊറാസിക് 11ാമത്തെ വെർട്ടിബ്രയുടെ 1.5 ജൂൺ മാറിയിട്ടുള്ള പോയിന്റാണ്. ബൈലാറ്ററലാണ്, രണ്ട് വശത്തും ഈ പോയിന്റ്. അടുത്തത് UB21 എന്ന് പറയുന്ന പോയിന്റാണ്. സ്റ്റൊമക്കിന്റെ തന്നെ ബാക്ക് ഷൂ പോയിന്റാണ്. 20 വന്നിട്ട് സ്പ്ലീനിൻ്റെ ആയിരുന്നു. അപ്പോൾ 12ാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ 1.5 ജൂൺ ലാറ്ററലായിട്ട് വരുന്നതാണ്. അതേമാതിരി പറഞ്ഞു വരുന്ന സമയത്ത് ഒരെണ്ണം മിസ് പോയത് ഈ മറ്റേ UB20 എന്നുള്ള പോയിന്റ്. ഈ മുഖത്തും മറ്റുമൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ കുരുക്കൾ വരില്ലേ, മുഖത്തൊക്കെ വന്നിട്ട് എന്താ പറയുക, മുഖക്കുരു പോലെ വരുന്ന കുരുക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറാനും ഈ പോയിന്റ് വളരെ നല്ലതാണ് കേട്ടോ, ഈ UB20. അടുത്തത് 21 എന്നുള്ള പോയിന്റാണ്. 12ാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ 1.5 ജൂൺ മാറിയിട്ടുള്ള പോയിന്റാണ്. സ്റ്റൊമക്കിന്റെ ബാക്ക് ഷൂ പോയിന്റാണ്. എപ്പിഗാസ്ട്രിക് ഡിസ്റ്റൻഷൻ, അതായത് വയറിന്റെ മധ്യഭാഗത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ്. വോമിറ്റിംഗ് മാറാൻ നല്ലതാണ്. അബ്ഡമിനൽ ഡിസ്റ്റൻഷൻ, വയറ് വീർത്തിരിക്കുക, വയറ് ചാടുക തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ വയറിനകത്ത് ഉണ്ടാവുന്ന ശബ്ദങ്ങൾ ചിലർക്ക് റെഗുലറായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനത്തെ സൗണ്ട് ഉള്ളവർക്ക് ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് പലപ്പോഴും അടുത്തിരിക്കുന്ന ആളുകൾക്ക് പോലും ആ ശബ്ദം കേൾക്കും. നമ്മൾ ഗ്യാസ് പുറത്തു പോയെന്ന് വിചാരിക്കും, പക്ഷെ അത് വയറിനകത്ത് തന്നെ അങ്ങനെ ശബ്ദം ഉണ്ടാവും. ഓക്കെ. സ്റ്റൊമക്കിന്റെ ചിരി റെഗുലേറ്റ് ചെയ്യുന്നു, ഹാർമോണൈസ് ചെയ്യുന്നു സ്റ്റൊമക്കിനെ. അതുകൊണ്ട് തന്നെ ഡൈജഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ പോയിന്റ്. റിസോൾവ്സ് ഡാംപ്നെസ്, അതായത് ഡാംപ്നെസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, എഡിമ, നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഈ പോയിന്റിന് നല്ലതാണ്. അലിവേറ്റ്സ് ഫുഡ് സ്റ്റാഗ്നേഷൻ, എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് തടസ്സമുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ, ഫുഡ് മൂവ്മെന്റിനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡൈജഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കുന്ന സമയത്ത്, ബാക്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും UB20യും UB21 ഉപയോഗിക്കുക. പറ്റുമെങ്കിൽ ലിവറിന്റെ പോയിന്റിനും കൂടെ ബാക്ക് ഷൂ പോയിന്റും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. തൊറാസിക് 12th വെർട്ടിബ്രയുടെ 1.5 ജൂൺ മാറിയിട്ടുള്ള പോയിന്റാണ് DL21 അല്ലെങ്കിൽ UB21 എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ഇതോടുകൂടെ നിർത്തിയാലോ, തൊറാസിക് വരെ. ഇനി അടുത്തൊക്കെ ലംബാറിലേക്കാണ്. ഇപ്പൊ തന്നെ 10 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ. എനിക്കൊരു കാൾ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കണം, ആരെയാണെന്ന് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതുവരെ എടുത്തതിൽ